ഇത് എന്തിനാ ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. കിഡിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും പ്രോഡക്റ്റ്. സോ ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്റ്റഡ് പ്ലേയുടെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള 3 പ്രൊഡക്ട്സ് നമ്മൾ ഈ ഒരു 30 ദിവസമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടാ കെമിസ്റ്റഡ് പ്ലേയുടെ ബോഡി വാഷ്, ഭയങ്കരമായിട്ട് ആഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്റ്റഡ് പ്ലേയുടെ റോൾ ഓൺ. നിങ്ങൾ ഇതിന്റെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഈ 3 ഐറ്റംസും അത്യാവശ്യം നല്ല വൈറലാണ് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്റ്റഡ് പ്ലേയുടെ ബ്രൈറ്റനിങ് റോൾ ഓൺ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടും കഴുത്തിന്റെ അവിടത്തെയൊക്കെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതിന്റെ വരാറ്. അപ്പൊ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. 30 ദിവസത്തിന് മുകളിൽ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക്. അതേപോലെ തന്നെ ഇനി ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഓക്കെ, കെമിസ്റ്റഡ് പ്ലേയുടെ അണ്ടറാം റോൾ ഓൺ ആണ് കേട്ടോ ഇത്. സോ ഗൈസ്, ഞാൻ വെറുതെ കാർഡ് കയറാൻ പോകുന്നില്ല, കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാം. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയും. ഒരു ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്റ്റാറും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വേർക്കുന്ന ഈ ഓർഡർ, അതായത് നന്നായിട്ട് എനിക്ക് ബാഡ് സ്മെല്ല് വരും ഞാൻ ഇങ്ങനത്തെ വല്ല സാധനവും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഓർഡർ പിന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു സാധനത്തിന് അത്യാവശ്യം നല്ലൊരു ആക്വാ ഫ്രാഗ്രൻസ് ഉണ്ട്. ആ ഫ്രാഗ്രൻസ് ഒത്തിരി നേരം നീണ്ടു നിൽക്കും എന്നൊക്കെയാണ് ഇവർ ആഡിൽ പറയുന്നതെങ്കിലും എനിക്കിത് ഉപയോഗിച്ചിട്ട് ആകെപ്പാടെ ഒരു മണിക്കൂർ മാക്സിമം ആ ഒരു സ്മെല്ല് നീണ്ടു നിന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ ഓർഡർ വേർപ്പ് മണമില്ലേ, ആ ഒരു മണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർആമിലെ ഡാർക്ക്നെസ് കുറയുമെന്നാണ്. പക്ഷേങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നിയിട്ടില്ല. ചെറുതായിട്ട് എന്തെങ്കിലും മൈന്യൂട്ട് മാറ്റം വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. കാര്യം എനിക്ക് ഭയങ്കര ഒരു ഡാർക്ക്നെസ് ഉള്ള സംഭവമൊന്നും അല്ല എൻ്റെ കയ്യിൽ. ചെറിയൊരു ഡാർക്ക്നെസ് എനിക്ക് ഓൾറെഡി ഉണ്ട്. ആ ഡാർക്ക്നെസ് അതേപോലെ തന്നെ ഉണ്ട്. വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി ഈ പ്രൊഡക്റ്റിന് ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ 8 സ്റ്റാറേ ഇതിന് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ അണ്ടർആംസിൽ വല്ല മുറിവോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടായിരിക്കാം ഷേവ് ചെയ്തപ്പോൾ, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ മുറിവും കാര്യങ്ങളോ ഒന്നും ഇല്ല. അല്ലാതെ തന്നെ എന്തോ ഒരു ഭയങ്കര ഹീറ്റിംഗ് സെൻസേഷൻ, ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പൊള്ളിയിട്ട് ഇങ്ങനെ കുത്തുന്ന ഒരു വേദന പോലെ വരുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് ഒഴിച്ചാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി അടുത്ത റോൾ ഓണിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റനിങ് റോൾ ഓൺ ആണ്. അതായത് നമ്മുടെ മുട്ടും കൈമുട്ട്, കാൽമുട്ട്, കഴുത്തിന്റെ ബാക്കിൽ ഒക്കെ ഈ കറുപ്പില്ലേ, ഒരു ചെറിയ കറുപ്പ്, അത് മാറുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയത് എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കി വിട്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു കെമിസ്റ്റഡ് പ്ലേ എന്ന് എഴുതിയ ഒരു ബോട്ടിൽ, ആ ബോട്ടിലിൽ കുറച്ച് വെള്ളം, അതായത് നല്ല മണമുള്ള ഒരു വെള്ളം, ആ വെള്ളം ഒഴിച്ചു വിട്ട ഒരു സാധനം മാത്രമാണ് ഗൈസ്. കാരണം ഇത് എന്തിനാ ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. വെറുതെ എന്റെ പൈസ പോയി. എത്ര 299 300 രൂപ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്. ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0 സ്റ്റാർ. മുട്ടിന്റെ ഒന്നും ഇതാ കറുപ്പൊക്കെ അതേ കണക്ക് തന്നെയുണ്ട്. ഇനി കാട്ടിയില്ലാന്ന് വേണ്ട. ഇറ്റ്സ് എ വെരി യൂസ്ലെസ് പ്രോഡക്റ്റ്. ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വെറുതെ പൈസ കളയണ്ട. അത്രേ ഉള്ളൂ അതിനെ പറ്റി പറയാൻ. അതിക്കുള്ള ഒന്നും പറയാനില്ല. സോ നെക്സ്റ്റ് നമുക്ക് കെമിസ്റ്റഡ് പ്ലേയുടെ ബോഡി വാഷ്, വൺ ആൻഡ് ഓൺലി, എല്ലാവരും ഒത്തിരി ആവശ്യപ്പെട്ട ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു തന്ന വീഡിയോസ് ഇതിന്റെയാണ്. ഇതൊന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, കിഡിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലം പ്രോഡക്റ്റ്. മണം മാത്രം കൊള്ളാം, വേറെ ഒരു ഉപയോഗവും ഇല്ല. സത്യമായിട്ടും ഗൈസ്, ഞാൻ എന്തിനാ ഇത് ഉപയോഗിച്ച് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് തന്നെ കാണാം, അന്നത്തെ പോലെ തന്നെ അതാ ടാൻ ഒന്നും മാറിയിട്ടില്ല. ഇവിടെ വേറെ കളർ. ഗൈസ് ഉള്ളത് പറയാലോ, ഞാനും നിങ്ങളെ പോലെ ഈ ടാൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ എന്താണെങ്കിലും അറിയിക്കും. ഇതിന് ഞാൻ മേടിച്ചപ്പോൾ എന്താ 400 രൂപ എന്തോ ആയിരുന്നു എന്നാ തോന്നുന്നത്. ഇതിന്റെ മണത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഗൈസ്, അയ്യോ കിടിലം മണം. നമ്മളിങ്ങനെ കുളിച്ചു പോവും. കാരണം അത്രയ്ക്ക് അടിപൊളി മണമാണ്. പിന്നെ ഇതിന്റെ ടെക്സ്ചറൊക്കെ, ഇതൊരു ഇങ്ങനെ ഒരു സ്ക്രബ് പോലെ ഒരു സാധനം ഉണ്ട് ഇതിന്റെ അകത്ത്, ഒരു ചെറിയ തരി. അപ്പൊ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പക്ഷേങ്കിൽ ഞാൻ പറയുമ്പം മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം, ഇതിപ്പോൾ 1 മാസം ആയപ്പോഴേക്കും ഏകദേശം കഴിയാറായി. അപ്പം 1 മാസത്തേക്ക് വേണ്ടിയിട്ട് മണത്തിന് വേണ്ടിയിട്ട് 400 രൂപേന്റെ സോപ്പ് വാങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതിനും ഭേദം നമുക്ക് മണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഡവ് ഉണ്ട്, മറ്റേ ചന്ദ്രികയുണ്ട്, മെഡിമിക്സ് ഉണ്ട്, അത്യാവശ്യം നല്ല മണമുള്ള സോപ്പുകൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടാൻ മാറ്റാന്ന് വിചാരിക്കേണ്ട. ഞാനിനി കുറച്ച് നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും പരിപാടികൾ ചെയ്താലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ഹോം
റെമഡീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പൊ അതില് എഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. എന്താണെങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല. നമുക്ക് നോക്കാം, ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ നല്ലതെന്ന് പറയാം. അപ്പൊ ഇതേപോലെ ഉപയോഗിച്ച് ഏതെങ്കിലും വെച്ചിട്ട് എന്റെ ടാൻ മാറുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അത് അറിയിച്ചു തരും. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.